എന്തീ കാണിക്കുന്നത്? ഞങ്ങൾ ഒന്ന് ഇറങ്ങി എടുത്തു. പക്ഷെ ഇത് ഭയങ്കര മാരക വ്യൂ ഞാൻ കാണിച്ചു തരാം. ദിസ് ഈസ് റൂമിൽ നിന്നുള്ള വ്യൂ. വെൽക്കം ബാക്ക് അഗൈൻ ടു ഷിയാൻ സിറ്റി മോസൈക്ക്. കേറി. അപ്പോൾ ഞങ്ങൾ പിന്നെ ട്രിപ്പ് പോവാണ്. എവിടെ? 2 days trip to വാഗമൺ. രാവിലെ 10 മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചപ്പോ സമയം എത്ര രൂപ? Welcome back to another episode of Sion City Music. Bump. അപ്പൊ നേരെ ജെസിയാനയുടെ വീട്ടിലോട്ട്. ജെസിയാനയുടെ വീട്ടിൽ നിന്ന് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് നേരെ വാഗമൺ. അത് കഴിഞ്ഞ് പിന്നെ എപ്പോഴും ഇങ്ങോട്ട് ആഗമനം കാണും. അടൂരിന്ന് ഇറങ്ങി പിന്നെയും വണ്ടി കയറി സ്റ്റാർട്ട് ചെയ്തു. ഇനി ഒരു 2 hours 52 minutes 3 hours ഉണ്ട് വാഗമൺ വരെ പോകാനായിട്ട്. ഡിണ്ടിഗൽ തേനി കൊട്ടാരക്കര ഹൈവേ ആണ് ഗൈസ്. റോഡ് കിടപ്പ് കണ്ടു. നല്ല സൂപ്പർ റോഡാണ്. ഇങ്ങനെ പോവാം. ഇവിടെ വരെ എത്താനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അല്ലടാ? നല്ല പാടായിരുന്നു. നല്ല ട്രാവൽ. പിന്നെ നമ്മൾ വന്ന ടൈം ആക്ച്വലി സ്കൂളും കോളേജും ഒക്കെ വിടുന്ന സമയമായിരുന്നു. കാട്ടിനകത്ത് കയറി ഗൈസ്. എവിടുന്നാ തിരിഞ്ഞ്? എരുമേലി സൈഡിൽ നിന്ന് എന്തോ കട്ടപ്പന റൂട്ടിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. ഡ്രൈവിംഗ് സ്കൂളിലെ ചേട്ടന്മാരും ചേച്ചിമാരും വണ്ടി ഓടിച്ചു പഠിക്കുന്നു. ചേച്ചിയാണ് ഓടിച്ചു പഠിക്കുന്നത്. ഒരു കൊച്ചാണ്. മീഡിയയിൽ കേറുന്നതിന് മുമ്പേ ഇതൊക്കെ ഹനിച്ചു തുടങ്ങി. എന്തോ ഈ സിനിമ ഡയലോഗ് ഉണ്ടല്ലോ, കണ്ടവരുടെ ബാത്റൂം വരെ ടേബിളിന്റെ കീഴിലും ബെഡ്റൂമിലും വരെ ക്യാമറ കൊണ്ട് കയറ്റി വെച്ചിട്ട് നീയൊക്കെ ഉണ്ടാക്കുന്ന മീഡിയ റൈറ്റ്സ്. ഇത് ഞാൻ വീഡിയോയിൽ ഇടുവേ. ഗൈസ്, എനിക്ക് കപ്പ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് മേടിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടാണ്. പൊളി സാധനം. പക്ഷെ ഗൈസ്, ഒരു കാര്യമുണ്ട്. ഭയങ്കര വിട്ടപ്പോൾ എന്നോട് പറഞ്ഞു കഴിക്കാൻ ഇഷ്ടമല്ല. കഴിഞ്ഞ അരമണിക്കൂറായിട്ട് മുറക്കം പൊറിച്ചോണ്ടിരിക്കുകയാണ്. നീ കഴിക്കുമ്പോ ഞാൻ നോക്കിയിരിക്കണം. വേണ്ട വേണ്ട ആടി. വീഡിയോയിൽ കിട്ടാൻ വേണ്ടിട്ടായിരുന്നു. ഇതിന് പ്രൂഫായല്ലോ. ഇപ്പൊ മനുഷ്യനെ ഇവിടുന്ന് വണ്ടി ഓടിക്കുക, ഈ കിടന്ന് ഉറങ്ങുക അല്ലേ? പറയണേ. Do you have any answers? ശരി. ഓക്കെ, എന്നാ പറയും കേട്ടോ. ഇവിടെ പ്രോപ്പർട്ടീസ് ഒക്കെ വന്നു തുടങ്ങി. നേരത്തെ വാഗമൺ വരുമ്പോഴത്തേക്ക് ഇങ്ങനൊന്നും മലയുടെ ഇടയ്ക്ക് സംഭവം ബിൽഡിങ്സ് ഒന്നും കാണില്ലായിരുന്നു. ഇപ്പൊ പക്ഷെ നമ്പർ ഭയങ്കര കൂടി തുടങ്ങി. വാഗമൺ is also getting exploited guys. നീ മാത്രം വന്നാ മതിയോ? അല്ലടാ, ഭയങ്കര നല്ല സ്ഥലമായിരുന്നു. അടിപൊളി സ്ഥലമായിരുന്നു. അതിനി അങ്ങോട്ട് ചവറ് പോലെ ബിൽഡിങ്സ് ആയിട്ട് മൂന്നാറ് കണക്കാൻ പറ്റ വൃത്തിയുടെ ഏരിയ. കുട്ടിക്കാന റൂട്ടാണ്.
This is Vagamon Road. Vagamon off-roading. അതെ, റോഡില്ലാത്തത് കൊണ്ട് റോഡ് ഓഫായി കിടക്കണമുണ്ട് ഓഫ് റോഡിങ്. എന്റെ അമ്മേ, വണ്ടിയുടെ ബെയറിംഗ് പോയില്ല. എന്റെ നടുവേ ഇതിനെയാണെന്ന് പറയും. എന്നിട്ട് എന്ന് നടുവിന് പ്രശ്നമായ അന്നുകൊണ്ട് മാരത്തോൺ ഓട്ടോ ഓടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ബേബി? അത് പിന്നെ അങ്ങനെയാണല്ലോ. റെസ്റ്റ് വേണോന്ന് പറഞ്ഞു അന്ന് മുതല് ഓരോ സ്ഥലം കണ്ടുപിടിച്ച് പോകുന്നുണ്ട്. ഗോൾഡൻ അവർ, കറക്റ്റ് ഗോൾഡൻ അവർ, ഗോൾഡൻ ആയിട്ട് തന്നെ കാണാം. അവിടെ മാത്രം ഇപ്പൊ വെയിലടിച്ചോണ്ടിരിക്കുകയാണ്, ബാക്കി ഫുള്ള് മാറിയിട്ട്. നമ്മൾ ടൗൺ കഴിഞ്ഞ് നമ്മളെ ഉളുപ്പുണ്ണിയിലാണ് റിസോർട്ട്. അപ്പൊ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഗോസ്റ്റ് സിനിമയില് എവിടെ എത്തിയ പോലെ അടിപൊളിയല്ലേ? ആ ഒരു ഫീലാണ് ഇവിടെ. ഗൈസ്, നമ്മുടെ സിറ്റിയുടെ പൊല്യൂഷനിൽ നിന്നൊക്കെ മാറിയിട്ട് ഈ സ്കൈസൊക്കെ കാണാനായിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ട് നിൽക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നു ഈ സൺസെറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് എന്തായാലും ഞങ്ങൾ വണ്ടി നിർത്തി കുറച്ച് നേരം പുറത്തിറങ്ങി നിന്ന് കാണാൻ തന്നെ വിചാരിച്ചു. ഞങ്ങൾ ഓൾമോസ്റ്റ് റിസോർട്ടിൻ്റെ അടുത്ത് എത്തി. ഇനിയൊരു 6-7 കിലോമീറ്റേഴ്സും കൂടി ഉള്ളൂ. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ ഇറങ്ങി നിന്ന് ഈ സംഭവം സൺസെറ്റൊക്കെ കണ്ട് ലൈക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. എല്ലാവരും ഒരു തവണയെങ്കിലും ഇങ്ങനെ ഒരു സൺസെറ്റോ ഈ ഒരു വ്യൂ ഒക്കെ എന്തായാലും ഒന്ന് നേരിട്ട് നേക്കഡ് ഐസ് കൊണ്ട് എക്സ്പീരിയൻസ് ചെയ്യും. ഓൾമോസ്റ്റ് സൺസെറ്റ് ആയി ഗൈസ്, സൺസെറ്റ് ആയി. ഞങ്ങളുടെ സൺസെറ്റ് കണ്ട് നിന്ന് സൺസെറ്റ് കണ്ടിട്ട് നേരെ റിസോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു 5.8 കിലോമീറ്റേഴ്സ്, 6 കിലോമീറ്റേഴ്സ് മാക്സിമം. 6 കിലോമീറ്റേഴ്സ് 14 മിനിറ്റ് കാണിക്കുന്നുണ്ട്. അങ്ങോട്ട് പോവാണ്. പക്ഷെ പുറത്ത് ആക്ച്വലി തണുപ്പുണ്ട്, അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. അകത്തേനേക്കാളും വലിയ തണുപ്പുണ്ടാവില്ല പറഞ്ഞിട്ട് മറ്റേ ഇങ്ങനത്തെ ടീഷർട്സ് ഒക്കെ ഇട്ടാണ് ഇറങ്ങിയത്. അടി പാടുമ്പോ ഞാൻ നിനക്കൊരു കുട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അല്ല, ഞാൻ മറ്റേ ഇത് എടുത്തായിരുന്നു, ലിവീസിന്റെ മറ്റേ സാധനം എടുത്തായിരുന്നു. സോറി, ലിവൈസ്. മൗണ്ടൻ ടേബിൾ, ഗ്രീൻ ഹിൽ. മൗണ്ടൻ ടേബിൾ വേറെയാണ്. ഇപ്പൊ നമ്മള് പോകുന്നത് ഗ്രീൻ ഹിൽ എസ്റ്റേറ്റിലോട്ടാണ്. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെയാണ്, എങ്ങോട്ടാണ്? നേരെ നേരെ ഈ ഗേറ്റിനകത്തോട്ട്. രാത്രി പൂളി ചാടിയിട്ട് തിരിച്ചു വരുന്ന വരവാണ് ഗേസ്. അവിടെ ലൈറ്റ് ഇല്ലാത്തൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ബിബിയുടെ ജോസ് ടോക്സ് റിലീസായിട്ടുണ്ട്. എല്ലാവരും ജോസ് ടോക്സ് മലയാളത്തിൽ പോയിട്ട് അതിൻ്റെ ലേറ്റസ്റ്റ് പോസ്റ്റ് ആയിട്ടുള്ള ആൻഡപ്പൻ്റെ ജോസ് ടോക്ക് കാണുക. ഓക്കെ, മറക്കരുത് ഗൈസ്. രാവിലെ 6:50 ആയിട്ടുള്ളൂ. വെച്ച് ഇവിടെ മൊത്തം എടുത്തോണം. രാത്രി വന്നിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം എടുത്തില്ല, വിട്ടുപോയി. അതാണ് സത്യം. എന്ത് എന്താണ് വ്യൂ ഞാൻ കാണിച്ചു തരാം. ദിസ് ഈസ് റൂമിൽ നിന്നുള്ള വ്യൂ. വെയിൽ ചൂടുകൊണ്ട് എന്ന തണുപ്പുണ്ട്, അതാണ് അവസ്ഥ. നല്ല അടിപൊളി വ്യൂ. താഴെ ഒരു ഏരിയയിൽ മഞ്ഞ് കാണാം, ബാക്കിയുള്ളത് മഞ്ഞില്ല. സൂപ്പർ അല്ലേ? എഴുന്നേറ്റുള്ളൂ. അപ്പൊ ഇനി അത് പല്ലൊക്കെ തേച്ച് വെളിയിലിറങ്ങി പോയിട്ട് വരാം. ലൂസിഫറിന്റെ പള്ളി ഇല്ലെങ്കിൽ ആ പള്ളിയെങ്കിലും പോയി കണ്ടിട്ട് വന്നു. മണിക്കൂറായിട്ട് മൂക്കിയത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങിയിട്ട് ഇപ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇറങ്ങി വരുന്നത്. സമയം എത്രയാണ്? ഞങ്ങൾ താമസിക്കുന്നത് ഓൾമോസ്റ്റ് 2 മണിക്കൂർ മുമ്പിനകത്താണ് ഇറങ്ങി. മൺസൂൺ ഹൈറ്റ്സിലാണ് നമ്മൾ താമസിക്കുന്നത്. ഇവിടെ ഓരോ കോട്ടേജിനും ഓരോ പേരുണ്ട്. അത് വാലി വ്യൂ, ഇത് അപ്പോൾ ഇനി നമുക്ക് നമ്മൾ താമസിച്ച റിസോർട്ടിൻ്റെ എക്സ്റ്റീരിയർ ഒക്കെ കാണാം കേട്ടോ. രാവിലെ ഉറക്കപ്പിച്ചിലാണ് പകുതി ഞാൻ എഴുന്നേറ്റ് വരുന്നത്.
കാരണം വെളുപ്പിന് ലൈറ്റ് വന്നതുകൊണ്ട് തന്നെ ഉറങ്ങാൻ പറ്റിയില്ലല്ലോ. എനിക്കാണെങ്കിൽ ഇരുട്ടാണ് ഉറങ്ങാനായിട്ട്. പക്ഷേ അടിപൊളി റൂമായിരുന്നു കേട്ടോ. കംപ്ലീറ്റ് ലൈക്ക് നമ്മളൊരു നേച്ചറിൻ്റെ നടുക്ക് നേച്ചറിൻ്റെ നടുക്കാണ്, എന്നാലും ഒരു ഭയങ്കര നേച്ചർ സ്ലാപ്പിലിരിക്കുന്ന പോലെ ഒരു ഭയങ്കര നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ്. ആൻഡ് ഇങ്ങനെ വരുന്ന ഒരു വലിയ ഒരു ബിൽഡിംഗ് ഉണ്ട്. അതല്ലാതെ 3-4 കോട്ടേജസ് അവിടെ ചുറ്റിനും ഉണ്ട്, സിംഗിൾ റൂംസ് വെച്ചിട്ടുള്ളത്. അതിൻ്റെ നടുക്കായിട്ടാണ് അവരുടെ റെസ്റ്റോറൻറ്റ് വരുന്നത്. ഞങ്ങൾ രാവിലെ അപ്പോൾ റെസ്റ്റോറൻറ്റിൽ വന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ബട്ടൂര, മുട്ടക്കറി, കടലക്കറി ഇതൊക്കെയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എടുത്തു പറയേണ്ടത് വേറെ സ്റ്റാഫിൻ്റെ പെരുമാറ്റവും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. ഭയങ്കര അടിപൊളിയായിട്ട് നമുക്ക് നമ്മുടെ എന്താ പറയുക, വേറൊരു സ്ഥലത്ത് പോയി നിൽക്കുകയാണെന്ന് തോന്നില്ല. നമ്മുടെ ഫാമിലിയുടെ കൂട്ടത്തിൽ നിൽക്കുമ്പോഴത്തേക്ക് നമുക്കുണ്ടാകുന്ന ഒരു എക്സ്പീരിയൻസ് പോലെയാണ് ഇവരെല്ലാവരും നമ്മളെ ടേക്ക് കെയർ ചെയ്യുന്നത്. എന്ത് കാര്യം ഉണ്ടെന്നുണ്ട് കഴിഞ്ഞാൽ ഒരു വെള്ളച്ചാട്ടമുണ്ട്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. 1 കിലോമീറ്റർ താഴോട്ട് നടന്നിറങ്ങാനുണ്ട്. നടന്നിറങ്ങുന്നതൊക്കെ, പക്ഷെ തിരിച്ച് കയറി വരുന്നത് ഇങ്ങനെ ഇരിക്കും എന്നുള്ളത് ആയതുകൊണ്ടോ. അവിടെ താഴെ ജീപ്പ് ഉണ്ടാവും, അതുകൊണ്ട് മിക്കവാറും ജീപ്പ് വിളിച്ചിട്ട് തിരിച്ച് കയറി വരും. അതാണ് നമ്മൾ ഇന്നലെ കിടന്നപ്പോൾ. പക്ഷേ ടീഷർട്ട് അല്ലേ, പോയിന്റ്സ് ഉണ്ട്. അതുവഴി വഴിയുണ്ടോ? വഴി തെറ്റിയോ എന്നൊരു സംശയത്തിലാണ് ഗൈസ്. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇവിടെ ഈ പുഴയിലേക്ക് ഇറങ്ങാനുള്ള വഴി ഏതാ? മേളിക്ക് തന്നെയാണോ? താഴെ ഈ വഴി നേരം താഴെ ഇറങ്ങിയാൽ മതിയോ? താങ്ക് യു. അവസാനം വഴി കണ്ടുപിടിച്ചു. കണ്ടുപിടിക്കാലോ. ഇതിനിടയ്ക്ക് വേറൊരു സാധനം കാണിച്ചു തരാം. ഇപ്പൊക്കെ ഇങ്ങനത്തെ ഇതൊക്കെ കാണല് ഭയങ്കര കുറവാണ്. ഇപ്പൊ ഇല്ല, നിലവില് ഒടിഞ്ഞു പോയി കിടക്കണേണ്. പക്ഷെ എന്നാലും എന്താ പാലം കണ്ട അത്യാവശ്യം ആഴമുണ്ട് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഇതൊന്നല്ല, എന്നാലും ഉണ്ട്. എന്താ ഗൈസ്, ഒന്നും കൂടെ പോയി മുങ്ങിടുക. വ്ളോഗിൽ കിട്ടിയില്ലായിരുന്നു, അത് റീലിന് വേണ്ടി എടുത്തതല്ലേ. എന്തായാലും നീ മുങ്ങിയല്ല ഗൈസ്. കണ്ടാൽ വലിയ ആഴമില്ലാന്ന് തോന്നുകയാണെങ്കിലും ടക്കെന്ന് പെട്ടെന്ന് ഒരു ആഴമൊക്കെ വരും. നോക്കിയടാ, ഇപ്പൊ ഒരു താഴ്ച താഴെ പോയി. കുറച്ചും കൂടെ വെക്കോ. എന്തൊക്കെയോ അവിടെ കിടന്ന് പറയണ്ട്. എന്തീ കാണിക്കുന്നത്? എനിക്ക് വെള്ളം, പുഴ ഇതൊക്കെ ഭയങ്കര ക്രൈസുള്ള സാധനങ്ങളാണ്. പക്ഷെ ഞാനങ്ങനെ എല്ലായിടത്തും പോയി ചാടുമൊന്നുമില്ല. ബിക്കോസ് സേഫാണ് എന്നൊരു തോട്ട് എനിക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഞാൻ ഇറങ്ങുള്ളൂ. ആക്ച്വലി ഇപ്പോൾ ഇറങ്ങിയത് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ വെള്ളത്തിൽ ഇറങ്ങിയത്. ലാസ്റ്റ് എനിക്കൊന്ന് 2020 എലിക്സർ ഹിൽസിൽ പോയി, മൂന്നാർ. ആ സമയത്താണ് ഞാൻ അവസാനം ഇങ്ങനെ ഒരു നാച്ചുറൽ ഇതിലിറങ്ങിയത്. നമ്മുടെ പൂളിലെ വെള്ളമൊക്കെ എന്ത് വൃത്തിയായിട്ട വെള്ളമാണെന്ന് അറിയാം. ശരിക്കും ഇതിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ അങ്ങോട്ട് പോകാൻ പോലും തോന്നില്ല. ഭയങ്കര റിഫ്രഷ് ആവും. അതുകൊണ്ട് തന്നെ ഞാൻ ഇറങ്ങില്ല. എനിക്ക് റിഫ്രഷ് ആവണ്ട. കുളിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഇനി ഒരു 2 കിലോമീറ്റർ നടന്ന് കയറണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് അതിനും വലിയ റിഫ്രഷ്മെന്റ്. എനിക്ക് തോന്നുന്നില്ല 1 കിലോമീറ്റർ ആണെന്നതിൽ കൂടുതൽ നമ്മൾ വന്നു. പതുക്കെ കയറ്റം കയറി ആ വമ്പൻ എക്സസൈസ് ആയി പോയി രാവിലെ.
ശരി എന്നാ റിസോർട്ടിൽ ചെന്നിട്ട് ബാക്കി വീഡിയോ കാണിക്കാം. അതുവരെ നടന്നോട്ട്. അതെന്ത് ഈ മരം എന്തിന്റെ ഈ മഞ്ഞ കളറിലെ ഓ താങ്ക് യു ടാറ്റ. റിസോർട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോ കോടതി നിർദ്ദേശപ്രകാരം ഇതുവഴിയുള്ള ട്രക്കിംഗ് നിരോധിച്ചിരിക്കുന്നു എന്നൊരു ബോർഡുണ്ട്. ആ വഴി കൂടെയാണ് എല്ലാരും പൊക്കോണ്ടിരിക്കുന്നത്. ഇഷ്ടംപോലെ ജീപ്പുകളും പൊക്കോണ്ടിരിക്കുന്നത്. ഇതുവഴി വേണം ആ പുഴയുടെ അടുത്തേക്ക് പോകണം. ബഹുമാനപ്പെട്ട കോടതി. ഒപ്പ സെക്രട്ടറി അറക്കുളം ഗ്രാമപഞ്ചായത്ത്. Let's go baby. വലിയ ഷോ കാണിക്കാനാണ്. 2 മിനിറ്റ് കഴിയുമ്പോൾ പട്ടി അണയ്ക്കുന്ന പോലെ അണയ്ക്കുന്നതാണ്. മടുത്ത് ഗൈസ്. അപ്പോൾ വ്ളോഗിന് ആക്ച്വലി ഒരു പ്രോപ്പർ ഔട്ട്ഡോർ എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ദിവസത്തെ സംഭവം, 2.5 ദിവസം 2.5 ദിവസത്തെ കംപ്ലീറ്റ് സാധനം ഒറ്റ വ്ളോഗായിട്ട് ഇടാന്നുള്ള പ്ലാനിലായിരുന്നു. പക്ഷേ അതിനിടയ്ക്ക് അമ്മച്ചി കൊട്ടാരം നമ്മൾ ഓൾറെഡി വേറൊരു വ്ളോഗിലിട്ടു. അത് കഴിഞ്ഞ് എഡിറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഭയങ്കര ലോങ് ആവും, നിങ്ങൾക്കൊരു മാതിരി ബോറടി ആവും, ആൾക്കാർ മൊത്തം കാണില്ല എന്നറിയാവുന്നത് കൊണ്ട് നമ്മളൊരു ഡിഫറൻസിന് ലൈക്ക് ഒരു എന്താ പറയുക കുറച്ചൊന്ന് വ്യത്യാസപ്പെടുത്തി പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ആയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യത്തെ പാർട്ടാണത്. നിങ്ങൾ ഇതുവരെ കണ്ടെത്തിയെന്നുണ്ടെങ്കിൽ യു കം ടു ദി എൻഡ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇതെല്ലാം ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത പാർട്ട് വരാനായിട്ട് വെയിറ്റ് ചെയ്യുക കേട്ടോ. അടുത്ത പാർട്ട് വരുന്നത് പൈൻ വാലിയാണ്. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. ഇതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങളെന്തായാലും വാഗമൺ പോകാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഗ്രീൻ ഹിൽസ് എസ്റ്റേറ്റ് റിസോർട്ടിലൊന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂംസിന് വലിയ റേറ്റ് ഇല്ല. ഓൾസോ അടിപൊളി വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഗമണിൽ ഇതുപോലെ വേറൊരു വ്യൂവും സംഭവമൊന്നും വേറെ ഒരിടത്തും ഇല്ല. അത്രയും സൂപ്പറായിട്ടാണ് അവർ അവരുടെ പ്രോപ്പർട്ടി ഇരിക്കുന്ന സ്പോട്ടും അവരതിനെ സെറ്റ് ചെയ്തേക്കുന്നതും. പെർ ഡേ റൂംസിന് ഒരു 4,500 ആണ് വീക്കെൻഡ്സിൽ വരുന്നത്. ആൻഡ് വീക്ക് ഡേയ്സിൽ അറൗണ്ട് 3,000 ആണ്. ആൻഡ് ഓൾസോ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവരുടെ AC ഒക്കെ എടുത്ത് മാറ്റിക്കളഞ്ഞു. ഇത്തവണ ചെന്നപ്പോഴത്തേക്ക് AC ഇല്ല. ബിക്കോസ് അത്രയും തണുപ്പാണ് അവിടെ. അവർ പക്ക നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു രീതിയിലാണ് അവരുടെ റിസോർട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. സൂപ്പർ എക്സ്പീരിയൻസ് ആണ്. അടിപൊളി ഫുഡാണ്, ഭയങ്കര ഹോംലി കെയർ ആണ്. അപ്പോൾ എല്ലാം കൊണ്ടും ഇറ്റ്സ് എ 10 on 10. സോ യു ഗൈസ് മസ്റ്റ് വിസിറ്റ് ദെയർ എന്ന് ഞാൻ പറയും. വാഗമൺ പോകുന്നവരെന്തായാലും പോയി നോക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഒന്നുകൂടി വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പ്ലീസ്. ആ ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.